നമുക്ക് ഇന്ന് ചാപ്റ്റർ 10 കാര്യങ്ങളാണ് ഇപ്പോൾ തുടങ്ങുന്നത്. അപ്പോൾ അതിൽ നമ്മൾ റെഗുലേറ്റഡ് പവർ സപ്ലൈ എന്നുള്ള ഒരു ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ ആദ്യമേ തന്നെ ഉള്ളത് ഒരു പവർ സപ്ലൈയുടെ ബ്ലോക്ക് ഡയഗ്രാം എന്താണെന്നുള്ളതാണ് നമ്മളിവിടെ ഇപ്പോൾ വരച്ചിട്ടുള്ളത്. അതുപ്രകാരം പവർ സപ്ലൈയുടെ ബ്ലോക്ക് ഡയഗ്രാം വിവിധ ബ്ലോക്കുകളിലായിട്ട് തരംതിരിച്ചു വെച്ചിട്ടുണ്ട്. ആദ്യത്തെ ബ്ലോക്ക് തന്നെ നമുക്കറിയാം ട്രാൻസ്ഫോർമർ. എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ട്രാൻസ്ഫോർമർ AC-യിലാണ് വർക്ക് ചെയ്യുക. പിന്നെ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് പവർ സപ്ലൈ നമ്മൾ ചാർജിങ് അങ്ങനെയുള്ള പർപ്പസ് ആണെങ്കിൽ എപ്പോഴും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറുകളാണ് ഉപയോഗിക്കുന്നത്. ഇനി സ്റ്റെപ്പ് അപ്പ് വേണ്ട സ്ഥലങ്ങളിൽ അത് സ്റ്റെപ്പ് അപ്പും നമ്മൾ ഉപയോഗിക്കും. അതായത് വോൾട്ടേജിനെ താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യലാണ് ട്രാൻസ്ഫോമറിന്റെ ഒരു പർപ്പസ്. രണ്ടാമത്തത് ആ ട്രാൻസ്ഫോമർ അങ്ങനെ വെക്കുന്നതുകൊണ്ടുള്ള ഒരു മെച്ചം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാൻസ്ഫോമറിലെ ഇൻപുട്ട് ആയിട്ടുള്ള പ്രൈമറി സൈഡ് എവിടെയാണ് സപ്ലൈ കൊടുക്കുന്നത് അവിടെയാണ് നമ്മൾ പ്രൈമറി എന്ന് പറയുക ട്രാൻസ്ഫോമറിന്റെ. അവിടെ ഹയർ വോൾട്ടേജ് വന്നാലും ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി സൈഡ് മാത്രം നമുക്ക് നശിച്ചു പോവുകയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറി സൈഡും പ്രൈമറി സൈഡും തമ്മിൽ കോണ്ടാക്ട് ഇല്ലാത്തത് കൊണ്ട് കാരണം സെക്കൻഡറി സൈഡിലുള്ള ബാക്കിയുള്ള എല്ലാ കമ്പോണൻസും സംരക്ഷിക്കപ്പെടുകയും ചെയ്യും. അപ്പൊ ട്രാൻസ്ഫോമർ യഥാർത്ഥത്തിൽ ഒരു പ്രൈമറി ഒരു പവർ സപ്ലൈ സൈഡിനും സർക്യൂട്ടിന്റെ മറ്റ് കമ്പോണൻസിനും ഇടയ്ക്കുള്ള ഒരു ഐസൊലേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ രണ്ടാമത്തെ ഒരു ധർമ്മം. പിന്നെ നെക്സ്റ്റ് ബ്ലോക്ക് വരുന്നത് റെക്ടിഫയർ. റെക്ടിഫയർ എന്ന് പറയുന്ന ബ്ലോക്കിൽ നമ്മൾ പഠിച്ച മുമ്പ് ഹാഫ് വേവ് റെക്ടിഫയർ, ഫുൾ വേവ് റെക്ടിഫയർ ഒക്കെ പഠിച്ച അപ്പോൾ അതിൽ മെയിൻ കമ്പോണന്റ് ആയിട്ടുള്ള ഡയോഡാണ് വെക്കേണ്ടത്. ഡയോഡ് എന്ത് ചെയ്യുന്നു? മെയിൻ റെക്ടിഫയിങ് ഏജന്റ് ആണ്. നമ്മളുടെ നെഗറ്റീവ് ഹാഫ് സൈക്കിളിന്റെ വരെ പോസിറ്റീവ് ഹാഫ് സൈക്കിളായി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന കോൺഫിഗറേഷൻ ആയ ബ്രിഡ്ജ് നമ്മളവിടെ പ്ലേസ് ചെയ്ത് വെക്കുന്നതായിരിക്കും. അത് ബ്രിഡ്ജ് വെക്കുന്നു അതോ സെന്റർ ടാപ്പ് വെക്കുന്നു എന്നുള്ളത് നമ്മളുടെ റിക്വയർമെന്റിനനുസരിച്ച്, ആപ്ലിക്കേഷൻ റിക്വയർമെന്റിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇനി റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഫിൽട്ടർ സ്റ്റേജിലോട്ടാണ്. കാരണം റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് ഒരു പൾസേറ്റിംഗ് DC ആണ്. അതിനൊരു പ്യുവർ DCയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പൾസേറ്റിംഗ് DCയിലുള്ള റിപ്പിൾസിനെ അരിച്ചു മാറ്റാനായിട്ടാണ് ഫിൽട്ടർ സ്റ്റേജ് കണക്ട് ചെയ്യുന്നത്. ഈ ഫിൽട്ടർ സ്റ്റേജിൽ ഒരു കപ്പാസിറ്റർ ആണ് നമ്മൾ വെക്കുന്നത്. നോർമലി കപ്പാസിറ്റർ വെച്ചിട്ടുള്ള സിമ്പിൾ സർക്യൂട്ടുകളാണ് നമ്മൾ നോർമൽ ചാർജിങ് സർക്യൂട്ടുകളിൽ ഉപയോഗിക്കുന്നത്. അല്ലാതെ L ഫിൽട്ടർ, LC ഫിൽട്ടർ, അങ്ങനെ CLC ഫിൽട്ടർ, അങ്ങനെ പലതരത്തിലുള്ള ഫിൽറ്റേഴ്സും നമ്മൾ നമ്മുടെ റിക്വയർമെന്റ്സിനനുസരിച്ച് ഡിസൈൻ ചെയ്ത് വെക്കേണ്ട സ്ഥലങ്ങളിൽ അത് ഉപയോഗിക്കേണ്ടതായി വരും. ഇനി അതും കൂടി കഴിഞ്ഞിട്ട് വരുന്ന അടുത്തൊരു ബ്ലോക്കാണ് റെഗുലേറ്റർ സ്റ്റേജ്. ഇതാണ് നമുക്ക് ഇന്ന് ചാപ്റ്ററുകളിൽ പഠിക്കാനായിട്ടുള്ളത്. റെഗുലേറ്ററിന്റെ മെയിൻ പർപ്പസ് എന്താണ് എന്നുള്ളതാണ് ഈ ചാപ്റ്റർ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോ അതിലായിട്ട് നമ്മൾ ചെയ്യാണ് നെക്സ്റ്റ് സൈഡിൽ നമ്മൾ എന്താണ് റെഗുലേറ്റർ എന്നുള്ളത് എഴുതിയിട്ടുണ്ട്. റെഗുലേറ്ററിന്റെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻപുട്ടിൽ എന്തൊക്കെ ചേഞ്ചസ് വരുന്നു, അതായത് ഇൻപുട്ട് വോൾട്ടേജിൽ ചേഞ്ച് ഉണ്ടായാലും ലോഡ് റെസിസ്റ്റൻസിൽ ഔട്ട്പുട്ടിൽ കണക്ട് ചെയ്യുന്ന ലോഡ് റെസിസ്റ്റൻസിൽ ചേഞ്ച് ഉണ്ടായാലും ഒരിക്കലും ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയി നിൽക്കണം എന്നുള്ളതാണ് റെഗുലേറ്ററിന്റെ മെയിൻ ആയിട്ടുള്ള ധർമ്മം. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സർക്യൂട്ടുകളൊക്കെയാണ് നമ്മൾ റെഗുലേറ്റർ സർക്യൂട്ടുകൾ എന്ന് പറയുന്നത്. ഇതിൽ കോമൺ ആയിട്ട് നമ്മൾ റെഗുലേറ്റർ ആയിട്ട് സെർണ ഡയോഡ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ കുറച്ചുകൂടി കറണ്ട് കൂടിയ പർപ്പസിൽ നമ്മൾ ട്രാൻസിസ്റ്റേഴ്സ് ഉപയോഗിക്കാം. പിന്നെ കുറച്ചും കൂടി നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന IC-കളെ നമ്മൾ റെഗുലേറ്റർ ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ റെഗുലേറ്റർ സർക്യൂട്ട് IC-യുടെ ഉള്ളിലാണ് ഉണ്ടാക്കണമെങ്കിൽ അതിനെ IC വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് എന്ന് നമ്മൾ പറയും. ഇനി IC വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്ത് വെക്കുന്നു. ഒന്ന് ലീനിയർ റെഗുലേറ്റേഴ്സും രണ്ടാമത്തെ സ്വിച്ചിങ് റെഗുലേറ്റേഴ്സും. അതിൽ ലീനിയർ റെഗുലേറ്റേഴ്സിന് നമ്മൾ ഫർദർ ആയിട്ട് ക്ലാസിഫൈ ചെയ്ത് ഫിക്സ്ഡ് ഔട്ട്പുട്ട് റെഗുലേറ്റേഴ്സ്, അത് പോസിറ്റീവും ഉണ്ട്, പോസിറ്റീവ് വോൾട്ടേജ് ഫിക്സ്ഡ് തരുന്നുണ്ട്, നെഗറ്റീവ് വോൾട്ടേജ് ഫിക്സ്ഡ് തരുന്നുണ്ട്. അതുപോലെ തന്നെ ലീനിയർ റെഗുലേറ്റേഴ്സിൽ നെക്സ്റ്റ് ടൈപ്പ് വരുന്നത് അഡ്ജസ്റ്റബിൾ ഔട്ട്പുട്ട് വോൾട്ടേജ് റെഗുലേറ്റേഴ്സ്. ഔട്ട്പുട്ടിലെ നമ്മൾ വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, റെഗുലേഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതും പോസിറ്റീവിലും വരുന്നുണ്ട്, നെഗറ്റീവിലും വരുന്നുണ്ട്.